തിരുവനന്തപുരം നഗരസഭയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ ഘോഷിക്കുന്ന ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്നാണ്. ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം വളരെ കുറച്ചുപോലും നടക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം രാവിലെ 11 മണി മുതൽ ഏതാണ്ട് റെയിൽവേയുടെ ഈ പാലത്തിനടിയിലുള്ള ഇതിൽ അടിഞ്ഞിട്ടുള്ള ടൺ കണക്കിന് ചവറുകളാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറവിടത്തിൽ എവിടെയാണ് മാലിന്യ സംസ്കരണം നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇവിടെ വന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവും. മറ്റൊരു കാര്യം, ഈ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം നടത്തുമ്പോൾ അത് പുറത്ത് ഇത്തരം ആമഴിഞ്ഞാന്തോട്ടിൽ ഉപേക്ഷിക്കാതിരിക്കുവാനായി ഈ ആമഴിഞ്ഞാന്തോട്ടിൻ്റെ ഇരുവശവും ഇത്തരത്തിലുള്ള കമ്പിവേലികൾ തീർത്ത് നഗരസഭ ഇവിടെ താമസിക്കുന്ന ഒരാളും മാലിന്യം തള്ളാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ അങ്ങനെ ആരെങ്കിലും തള്ളിയാൽ അതിനെതിരെ അവർക്ക് നിയമപരമായി ഫൈൻ ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കി ഇവിടെ CCTV ക്യാമറകളും വെച്ചിട്ടുണ്ട്. പക്ഷെ നാളിതുവരെ ഒരാളിൻ്റെ പേരിൽ നിന്ന് പോലും അങ്ങനെ ഒരു ഫൈൻ ഈടാക്കിയതായിട്ടോ ഒന്നും നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം ഇത്തരത്തിൽ ചിന്തിക്കുന്ന തിരുവനന്തപുരം നഗരസഭ ഇതിനെ കുറച്ചുകൂടി പഠിച്ചുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഈ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു കരാർ ജീവനക്കാരനാണ് ഇപ്പോൾ ഇതിനടിയിൽപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുന്നു. 5 മണിക്കൂർ പിന്നിടുമ്പോഴും തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ തിരിച്ചറിയാണ്. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനവുമുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല, ഈ നഗരത്തിൻ്റെ മാലിന്യം നീക്കുന്ന ഒരു പരിപാടിയിൽ ഏർപ്പെടുമ്പോൾ ആ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി ഇട്ട ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാൻ പറ്റാത്ത ഒരു സർക്കാരിൻ്റെ സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റും തിരുവനന്തപുരം നഗരസഭയും ഇതിനെതിരെ കൃത്യമായ ഒരു നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു അപകടം നടന്ന ഒരാളിനെ കാണാനില്ല, രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ഇപ്പോൾ കുറ്റപ്പെടുത്തലുകൾ പാടില്ല എങ്കിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ നഗരസഭ മഴക്കാല പൂർത്തീകരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്തേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്രാവശ്യം മഴക്കാല പൂർത്തീകരണം മഴ തുടങ്ങിയതിന് ശേഷമാണ് ആരംഭിച്ചത്. അതിന് കാരണം പറഞ്ഞത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു പെരുമാറ്റച്ചട്ടവും തടസ്സമല്ല. എങ്കിൽ പോലും മഴക്കാല പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് നടന്ന ഈ അപകടം. പാവം പിടിച്ച തൊഴിലാളി, ഇവിടെ റെയിൽവേ കരാർ ജീവനക്കാരാണ് ശുചീകരണം നടത്തുന്നത്. പക്ഷേ ഇവിടെയുള്ള മാലിന്യങ്ങൾ, ഇപ്പോൾ കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഈ ഭാഗത്തുനിന്നും ഉണ്ടായ മാലിന്യങ്ങളല്ല, തമ്പാനൂർ പനവിള മുതൽ അങ്ങോട്ടുള്ള ഭാഗത്തു നിന്ന് ഒഴുകി വന്ന മാലിന്യങ്ങളാണ്. ഇവിടെ ആഴ്ചതോറും മാലിന്യങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടി മാലിന്യങ്ങൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് ഇവിടെ ഈ മാലിന്യ കൂമ്പാരത്തിനടിയിൽ കുത്തൊഴുക്കൊണ്ടെന്ന് ആ തൊഴിലാളിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. ഇന്ന് 4.5 മണിക്കൂറായി ഒരു JCB കോർപ്പറേഷൻ്റെ JCB വരാൻ ഇവിടെ താമസമുണ്ടായി. ഇപ്പോൾ വന്നതും JCB വന്നതും കോർപ്പറേഷൻ്റെ അല്ല, വാടകയ്ക്കെടുത്ത JCBയാണ്. അപ്പോൾ നഗരസഭയുടെ ഒരു JCB കൊണ്ടുവരാൻ പോലും 4.5 മണിക്കൂർ താമസിച്ചു എന്ന് പറഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്ത് ആത്മാർത്ഥതയാണ് നഗരസഭയ്ക്കുള്ളത്? ഒരു അപകടം നടന്നാൽ ആ കാണാതായ ആളിനെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭയുടെ പ്രദേശത്ത് നഗരസഭയുടെ മേയർക്കും ഭരണസമിതിക്കുമല്ലേ ഉള്ളത്. അത് നടപ്പിലാക്കുവാൻ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഇടപെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഫയർഫോഴ്സാണ് ആദ്യത്തെ ഘട്ടം മാലിന്യങ്ങൾ നീക്കം ചെയ്തത്, ഇപ്പോൾ നഗരസഭയല്ല. നഗരസഭ 4.5 മണിക്കൂർ കഴിഞ്ഞ് JCB വന്നതിന് ശേഷമാണ് നഗരസഭയുടെ ആൾക്കാർ മാലിന്യം നീക്കം ചെയ്യാൻ തുടങ്ങിയത്. ഇതുപോലെയുള്ള അപകടങ്ങൾ, ഇനിയും ഏറെ അപകടം. ഇന്ന് ഒരു ദിവസത്തെ മഴയത്താണ് ഈ അപകടം ഉണ്ടായതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിരന്തരം മഴയുണ്ടായാൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകാനുള്ള കെണികളാണ് നഗരസഭ ഒരുക്കിയിരിക്കുന്നതാണ് UDFന് പ്രത്യേകമായി പറയാനുള്ളത്. 3 പേര് വേസ്റ്റ് എടുക്കാൻ ഇറങ്ങിയത് ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അവിടെ 2 പേരും മുങ്ങി ഒരുപാട് താഴേക്ക് പരിശോധന നടത്തി പോയിട്ട് അവർ തിരിച്ചു വന്നു. അപ്പോൾ ഒരുപാട് ഒഴുക്കങ്ങോട്ട് കിടക്കുന്നെന്നാണ് പറഞ്ഞത്. വേറൊന്നും അറിയാൻ എനിക്കറിയാം. ഞാൻ